നമ്മുടെ ട്രിപ്പ് കൊല്ലി ഹിൽസിലേക്കാണ്. ഓ അടിപൊളി സ്ഥലം, വാ വാ. ഇവിടെ താഴത്ത് 2-3 കവീസ് ഇങ്ങനെ കാണാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കൊല്ലി ഹിൽസിലേക്കാണ്. കൊല്ലി ഹിൽസും കഴിയുകയാണെങ്കിൽ ഏറുകാട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ കൊല്ലി ഹിൽസിൽ നിന്ന് ഏറുകാടിലേക്ക് ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റേഴ്സോളം ഉണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്തായാലും കൊല്ലി ഹിൽസിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. സമയം 8:30 ഞാൻ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മണ്ണാർക്കാട് എത്തി. ഇനി നമുക്ക് പാലക്കാട്, കോയമ്പത്തൂർ ഒക്കെ കവർ ചെയ്യാനുണ്ട്. കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് പിന്നെ നാമക്കലിൽ നിന്ന് കുറച്ചും കൂടി പോയിട്ടാണ് പിന്നെ ഈ കൊല്ലി ഹിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈഡിങ്ങിൻ്റെ ക്ലിപ്സ് വല്ലാതെ ചേർക്കുന്നില്ല ഈ വീഡിയോയിൽ. നമുക്ക് മൊത്തം സ്ഥലങ്ങളാക്കാം. കാരണം എല്ലാവരുടെ ഒരു പരാതിയാണ്, സ്ഥലങ്ങൾ കുറവാണ്, മൊത്തം റൈഡിങ് വീഡിയോ ആണെന്ന്. നമുക്ക് സെറ്റാക്കാം. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഹൈവേ കയറി. നാട്ടിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്ററോളം പോന്നു. ടോട്ടൽ 346 കിലോമീറ്റർ ഉള്ളത്. വാളയാർ എത്താറായി. വാളയാറും കൂടെ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടെത്തി. കൊല്ലി ഹിൽസിൽ അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. മെയിനായിട്ട് റൈഡ് തന്നെ ഉള്ളൂ. അല്ലാതെ വലിയ വ്യൂ പോയിൻറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊന്നും കാണാനില്ല. ഒരു 2-3 വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ അത് കുറച്ച് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ വലിയ ബാഗൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇനി അത് കാണാൻ കഴിയുമോ ഒന്നും അറിയില്ല. ഞാനാണ് ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ ബാഗൊന്നും അവിടെ സേഫ് ആയിരിക്കില്ല. പിന്നെ ബാഗ് എടുത്ത് ട്രക്കിങ്ങിന് പോകാൻ അത് റിസ്ക്കാണ്. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. നോക്കാം. അങ്ങനെ ടൗൺ ഏരിയകളൊക്കെ കഴിഞ്ഞുണ്ടോ. ഇനി ഫുള്ള് ഗ്രാമങ്ങളാണ്. ഇവിടെ ഫുള്ള് കൃഷികൾ, എന്തൊക്കെയോ കൃഷികളുണ്ട്. അടിപൊളി സ്ഥലം ഉണ്ടോ. എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ കൊല്ലി ഹിൽസിലേക്കുള്ള റോഡിന് കയറി. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു ലേക്ക് കാണും. തടാകന്നെ തോന്നുന്നു കേട്ടോ. കുറച്ചങ്ങോട്ടുണ്ട്. ഒരുപാട് കൊക്കുകളുണ്ട് അവിടെ. ഫുള്ള് കൊക്കുകൾ. ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ആരുടെ അങ്ങനെ നമ്മൾ കൊല്ലിമലയുടെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇനി കൊല്ലിമല കയറാൻ പോവുകയാണ്. സമയം 3 മണിയായി. ഞാനിവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് 26 കിലോമീറ്റർ. അന്ന് ചുരം കയറാം നമുക്ക്. ഇവിടെ എന്തെങ്കിലും രജിസ്ട്രേഷനോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒന്നും കാണാനില്ല. അയ്യോ, പറഞ്ഞപ്പോൾ എത്തിയല്ലോ. അടിപൊളി സ്ഥലം, വാ വാ. യാ മോനെ, പൊളി വൈബ്. കൂളിങ്ങുള്ള വൈസറായിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, പക്ഷേ രജിസ്ട്രേഷൻ ഒന്നും വേണ്ട തോന്നുന്നു. അടിപൊളി സ്ഥലം കേട്ടോ. കിട്ടില്ല സ്ഥലം. നല്ല തണുപ്പുണ്ട്. 70 ഹെയർ പിൻ ബെൻസ് ആണ് ഇവിടെ ഉള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും രസം. ഇത്ര ഹെയർ പിൻ ബെൻസ് ഉള്ള വേറെ ചുരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. 70 ഹെയർ പിൻ ബെൻസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്.
ആദ്യം ഇവിടെ ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി റിസോർട്ടും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും പൊതുവെ ആൾക്കാർ കുറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഒന്നും ആരുമില്ല. ഇനി ഈവനിങ് ആണോ ആൾക്കാർ ഇറങ്ങുമെന്നറിയില്ല. ഞാനെന്തായാലും പതുക്കെ പോകുന്നുള്ളൂ. എല്ലാം കവർ ചെയ്യണം. എല്ലാം കവർ ചെയ്തിട്ട് പോകണം. ഇവിടെ മുക്കിലും മൂലയിലൊക്കെ വെള്ളാടി ടീംസ് കേട്ടോ. ഇവിടെ കുറച്ച് അടിയിൽ 2 വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ഉഫ്, കണ്ണിലൊന്നോ പോയി. അടിയിലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിർത്തി വെക്കുമ്പോൾ അവിടെയൊക്കെ വെള്ളമടിച്ച് കിടക്കുകയാണ്. ഒക്കെ ഇവിടുത്തെ ലോക്കൽസ് തന്നെ ഒന്നും. ഇതിൻ്റെ മേലൊരു ഗ്രാമമുണ്ട്. ഒന്നൊന്നല്ല, കുറേ ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ലോക്കൽസ് ആണെന്ന് തോന്നുന്നു. അല്ലാതെ റൈഡേഴ്സിനോ അല്ലെങ്കിൽ വേറെ ടൂറിസ്റ്റിനോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇവിടെ മെയിനായിട്ട് ബൈക്ക് റൈഡേഴ്സാണ് വരാറ്. കാരണം ഈ ഹെയർ പിൻ ബെൻസ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ട് എല്ലാവരും കൊണ്ട് വരുന്നതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇവിടെ കാര്യമായിട്ട് വ്യൂ പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. 3 വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നു. അല്ലാതെ ഞാൻ വേറെ ഇങ്ങനെ പോരുന്ന വഴിക്ക് നല്ല കാഴ്ചകളോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നോക്കാം നമുക്ക്. അരിയാണോ എന്തോ വീണിട്ടുണ്ട്. കുരങ്ങന്മാരൊക്കെ അതെടുത്ത് തിന്നിട്ട്. ഓ, കവറടക്കം കിട്ടിയാണ്. അത് മറ്റേതാണ്. അതായത് നമ്മൾ ശബരിമലക്കൊക്കെ പോയി വരുമ്പോൾ ഒരു സാധനം കൊണ്ടല്ലോ, വൈറ്റ്. അതിൻ്റെ പേരെന്താ? അരിയുണ്ടല്ല, അങ്ങനത്തെ എന്തോ ഒരു സാധനമാണത്. അത് യാത്രക്കാരെങ്കിലും എറിഞ്ഞു കൊടുത്തായിരിക്കും മിക്കവാറും. എയർപിൻ ഉണ്ട്. 53ാമത്തേത് എത്തി. അപ്പം ഇതോടുകൂടി ചുരം കഴിഞ്ഞോ? ഷടാ, അപ്പം നമുക്ക് വ്യൂ പോയിന്റ്സ് ഒന്നും ഇല്ലേ? നോക്കാം. മൊത്തം കാടാണ്. അതുകൊണ്ടാണ് അപ്പുറത്തേക്ക് കാണാത്തത്. കണ്ട രസം ഉണ്ടായിരുന്നു. കാരണം അത്രയും ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. പക്ഷേ വ്യൂ പോയിന്റ്സ് ഇല്ല. ദാറ്റ്സ് വെരി ബാഡ്. അങ്ങനെ നമ്മൾ ചുരം കഴിഞ്ഞ് ഏതോ ഒരു ടൗൺ എത്തി. ഇവിടുന്ന് ലെഫ്റ്റോ? ഈശ്വര, ഇവിടെയാണ് ഒന്നും വായിക്കാനും കിട്ടില്ല. കാരണം ഫുള്ള് തമിഴാണ്. ഇംഗ്ലീഷ് ബോർഡില്ല. അതൊരു പ്രശ്നമാണ്. ഈശ്വര, അതെങ്ങനെ വായിക്കും? രസമുണ്ട് കാണാൻ. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ വായിക്കാൻ കിട്ടൂല. കാരണം ഫുൾ തമിഴാണ്. இங்கே வைக்கலாமா?
ഇവിടെയാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ താഴെ കൂടെയുള്ള ചെറിയൊരു അരുവിയാണത്. നമ്മളിപ്പോൾ കൊല്ലി ഹിൽസിലെ 68ാമത്തെ എയർപിൻസിൻ്റെ അവിടെയുള്ള ഇവിടെ ഒരു ചെറിയൊരു കോവിലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് കിട്ടില്ല കോവിലുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. നമുക്ക് ആകെ കിട്ടിയൊരു വ്യൂ പോയിന്റ് ആട്ടോ ഇവിടെ. ഇവിടുന്ന് താഴോട്ട് 2-3 കർവ്സ് ഇങ്ങനെ കാണാം. ഇതൊരു ലോറിയൊക്കെ പോകുന്നു. ഈ ലോറി ഇപ്പോൾ ഇവിടുന്ന് ഇതിങ്ങോട്ട് കയറി വരുമല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ 70ാമത്തെ ഹെയർ പിൻ ബെൻഡും കഴിഞ്ഞു താഴെ എത്തി. വണ്ടിയുടെ ചെയിൻ നന്നായിട്ട് ലൂസായിട്ടുണ്ടോ എന്നൊരു സംശയം. പോകുന്ന വഴിക്ക് കോയമ്പത്തൂർ കവാസാക്കിയിലൊന്ന് കയറ്റാം, അല്ലെങ്കിൽ ഇവിടെ എവിടെ നല്ല വർക്ക്ഷോപ്പ് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ചെയിൻ ടൈറ്റാക്കാം. ആക്ച്വലി ഇവിടെ വ്യൂ പോയിന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് നിർത്തിയ ആ ഒരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കുറേ നോക്കി, പിന്നെ വ്യൂ പോയിന്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ റൈഡ് ചെയ്തു. ഓൾമോസ്റ്റ് താഴെ എത്തി. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഞാൻ സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ സെറ്റാക്കി വിചാരിച്ച് പോകുന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കാര്യമായിട്ടൊക്കെ സ്ഥലമൊന്നുമില്ല. പക്ഷെ റൈഡിങ് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം 70 ഹെയർ പിൻ ബെൻഡ്സ് ഓരോന്നോരോന്നും നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. അത്ര അടിപൊളി സ്ഥലം. ബൈക്ക് റൈഡേഴ്സ് നിർബന്ധമായും വരേണ്ട ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം.